മറിയമൊരു കീർത്തനം, മറിയമൊരു കീർത്തനം. രൂപിയാൽ നിറയാൻ കവിയാൻ വരുന്നിതാ ഞങ്ങൾ. അരൂപിതൻ വരവും കൃപയും കരുത്തുമേകണമേ. അരൂപിയാൽ നിറയാൻ കവിയാൻ വരുന്നിതാ ഞങ്ങൾ. അരൂപിതൻ വരവും കൃപയും കരുത്തുമേകണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോടും കൂടെ. സഹോദരരെ, ഈ ദിവരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യന്യായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ. കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ള മനുഷ്യർക്ക് സമാധാനവും. കർത്താവായ ദൈവമേ, സ്വർഗീയ രാജാവേ, സർവശക്തനായ ദൈവപിതാവേ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങേ ഞങ്ങൾ വാഴ്ത്തുന്നു, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. അങ്ങേ മഹാമഹിമയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. യേശു ക്രിസ്തുവേ, ജാതനായ ഏകപുത്രനായ കർത്താവേ, കർത്താവായ ദൈവമേ, ദൈവത്തിൻ്റെ കുഞ്ഞാടേ, പിതാവിൻ്റെ പുത്ര, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന അങ്ങ് ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന അങ്ങ് ഞങ്ങളിൽ കനിയണമേ. എന്തെന്നാൽ അങ്ങ് മാത്രം പരിശുദ്ധൻ, അങ്ങ് മാത്രം കർത്താവ്, അങ്ങ് മാത്രം അത്യുന്നതൻ. യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവോട് കൂടെ പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങേ വചനം വസിക്കാനായി പരിശുദ്ധ മറിയത്തിൻ്റെ കന്യകാ ഉദരത്തെ തിരഞ്ഞെടുക്കുവാൻ അങ്ങ് തിരുവുള്ളമായല്ലോ. ഈ അമ്മയുടെ സംരക്ഷണത്താൽ സുരക്ഷിതരായി പരിശുദ്ധ മറിയത്തിൻ്റെ സ്മരണയിൽ സന്തോഷത്തോടെ പങ്കെടുക്കുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ്, അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി
ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ഒന്നാം വായന. കർത്താവിൻ്റെ ദാസൻ എല്ലാവരോടും സൗമ്യതയുള്ളവനും ക്ഷമാശീലനുമായിരിക്കണം. എതിർക്കുന്നവരെ അവൻ സൗമ്യതയോടെ തിരുത്തണം. വാത്സല്യമുള്ളവനെ പരിശുദ്ധ ഹൃദയത്തോടെ കർത്താവിനെ വിളിക്കുന്നവരോട് ചേർന്ന് നീതി, വിശ്വാസം, സ്നേഹം, സമാധാനം എന്നിവയിൽ ലക്ഷ്യം വയ്ക്കുക. മൂഢവും ബാലിശവുമായ വാദപ്രതിവാദത്തിൽ ഏർപ്പെടരുത്. അവ കലഹങ്ങൾക്ക് ഇടയാക്കുമെന്ന് നിനക്കറിയാമല്ലോ. കർത്താവിൻ്റെ ദാസൻ കലഹപ്രിയനായിരിക്കരുത്. എല്ലാവരോടും സൗമ്യതയുള്ളവനും യോഗ്യനായ അധ്യാപകനും ക്ഷമാശീലനുമായിരിക്കണം. എതിർക്കുന്നവരെ അവൻ സൗമ്യതയോടെ തിരുത്തണം. സത്യത്തെക്കുറിച്ചുള്ള പൂർണ്ണ ബോധ്യത്തിലേക്ക് മടങ്ങി വരാനുതകുന്ന അനുതാപം ദൈവം അവർക്ക് നൽകിയെന്നു വരാം. പിശാച് തൻ്റെ ഇഷ്ടനിർവഹണത്തിനു വേണ്ടി അവരെ അടിമകളാക്കിയിട്ടുണ്ടെങ്കിലും അവൻ സുബോധം വീണ്ടെടുത്ത് ആ കെണിയിൽ നിന്നും രക്ഷപ്പെട്ടേക്കാം. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. നീതിമാന്റെ അധരങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു. നീതിമാന്റെ അധരങ്ങൾ നീതിമാന്റെ അധരങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു. ജ്ഞാനം സംസാരിക്കുന്നു. ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് നന്മ ചെയ്യുക. അപ്പോൾ ഭൂമിയിൽ സുരക്ഷിതനായി വസിക്കാം. കർത്താവിൽ ആനന്ദിക്കുക. അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. നീതിമാന്റെ അധരങ്ങൾ നീതിമാന്റെ അധരങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു. ജ്ഞാനം സംസാരിക്കുന്നു. നിന്റെ ജീവിതം കർത്താവിനെ ഭരമേൽപ്പിക്കുക. കർത്താവിൽ വിശ്വാസമർപ്പിക്കുക. അവിടുന്ന് നോക്കിക്കൊള്ളും. അവിടുന്ന് പ്രകാശം പോലെ നിനക്ക് നീതി നടത്തിത്തരും. മധ്യാഹ്നം പോലെ നിന്റെ അവകാശവും. നീതിമാന്റെ അധരങ്ങൾ നീതിമാന്റെ അധരങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു. ജ്ഞാനം സംസാരിക്കുന്നു. നീതിമാന്റെ അധരങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു. അവൻ്റെ നാവിൽ നിന്ന് നീതി ഉതിരുന്നു. ദൈവത്തിൻ്റെ നിയമം അവൻ്റെ ഹൃദയത്തിൽ കുടികൊള്ളുന്നു. അവൻ്റെ കാലടികൾ വഴുതുന്നില്ല. നീതിമാന്റെ അധരങ്ങൾ നീതിമാന്റെ അധരങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു. ജ്ഞാനം സംസാരിക്കുന്നു. അലലൂയ, അലലൂയ. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ എൻ്റെ ഫലം പുറപ്പെടുവിക്കുന്നു. അലലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടുകൂടെ. വിശുദ്ധ ലൂക്ക എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവെ, അങ്ങേക്ക് മഹത്വം. യേശുവിൻ്റെ മാതാപിതാക്കന്മാർ ആണ്ടുതോറും പെസഹ തിരുനാളിന് ജെറുസലേമിൽ പോയിരുന്നു. അവന് 12 വയസ്സായപ്പോൾ പതിവനുസരിച്ച് അവർ തിരുനാളിന് പോയി. തിരുനാൾ കഴിഞ്ഞവർ മടങ്ങിപ്പോന്നു. എന്നാൽ ബാലനായ യേശു ജെറുസലേമിൽ തങ്ങി. മാതാപിതാക്കന്മാർ അത് അറിഞ്ഞില്ല. അവൻ യാത്രാസംഘത്തിൻ്റെ കൂടെ കാണുമെന്ന് വിചാരിച്ച് അവർ ഒരു ദിവസത്തെ വഴി പിന്നിട്ടു. ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും ഇടയിൽ അന്വേഷിച്ചിട്ട് കാണായികയാൽ യേശുവിനെ തിരക്കി അവർ ജെറുസലേമിലേക്ക് തിരിച്ചുപോയി. 3 ദിവസങ്ങൾക്കു ശേഷം അവർ അവനെ ദേവാലയത്തിൽ കണ്ടെത്തി. അവൻ ഉപാധ്യന്മാരുടെ ഇടയിലിരുന്ന് അവർ പറയുന്നത് കേൾക്കുകയും അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുകയായിരുന്നു. കേട്ടവരെല്ലാം അവൻ്റെ ബുദ്ധിശക്തിയിലും മറുപടിയിലും അത്ഭുതപ്പെട്ടു. അവനെ കണ്ടപ്പോൾ മാതാപിതാക്കൾ വിസ്മയിച്ചു. അവൻ്റെ അമ്മ അവനോട് പറഞ്ഞു, മകനെ, നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്ത്? നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? അവൻ തങ്ങളോട് പറഞ്ഞതെന്തെന്ന് അവർ ഗ്രഹിച്ചില്ല. പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസ്രത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. അവൻ്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. അപ്പവും വീഞ്ഞുമിന്നൽ താരയിൽ നൽക കർത്താവെ, ഞങ്ങളിതാ വരുന്നു. ആനന്ദത്തോടിവ സ്വീകരിച്ചപ്പോൾ ആശീർവദിക്കണമേ.
തമ്പുരാനേ. അപ്പവും വീഞ്ഞുമിൻ അൽത്താരയിൽ നൽക കർത്താവേ ഞങ്ങളിതാ വരുന്നു. ആനന്ദത്തോടെവ സ്വീകരിച്ചപ്പോൾ ആശീർവദിക്കൂ തമ്പുരാനേ. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭയുടെ മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങേക്കരയിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, പരിശുദ്ധ മറിയം തൻ്റെ കന്യാത്വത്താൽ അങ്ങേ പ്രസാദിപ്പിക്കുകയും തൻ്റെ താഴ്മയിൽ ഞങ്ങളുടെ കർത്താവായ അങ്ങേ പുത്രന് ജന്മം നൽകുകയും ചെയ്തുവല്ലോ. ഈ അമ്മയുടെ സ്മരണയിൽ അർപ്പിച്ച അങ്ങേ ജനത്തിൻ്റെ കാണിക്കകൾ അങ്ങേക്ക് സ്വീകാര്യമായി തീരുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവും എത്രയും. സകല വിശുദ്ധരുടെയും സ്തുതിപ്പിൻ പങ്കുചേർന്ന് വിസ്മയാവഹനായ അങ്ങേ പ്രകീർത്തിക്കുന്നതും സർവോപരി പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഓർമ്മ ആചരിച്ചുകൊണ്ട് അങ്ങയുടെ തന്നെ കാരുണ്യം പ്രീതികരമായ പ്രഘോഷണം വഴി മഹത്വപ്പെടുത്തുന്നതും യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അങ്ങേ ദാസിയുടെ താഴ്മ കടാക്ഷിച്ചുകൊണ്ട് അവൾ വഴി മനുഷ്യരക്ഷയുടെ ഉടയവനായ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിനെ പ്രദാനം ചെയ്തപ്പോൾ സത്യമായും ലോകമാസകലം അങ്ങ് മഹത്തായ കാര്യങ്ങൾ നിർവഹിക്കുകയും അങ്ങേ കാരുണ്യത്തിൻ്റെ സമൃദ്ധി യുഗങ്ങൾ തോറും വ്യാപിപ്പിക്കുകയും ചെയ്തു. അവിടുന്ന് വഴി മാലാഖമാരുടെ സൈന്യം അങ്ങേ മഹിമയെ ആരാധിക്കുകയും അങ്ങേ മുമ്പിൽ എന്നെന്നും ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു. അവരോടൊത്ത് ഞങ്ങളുടെ സ്വരവും ചേരാൻ അനുവദിക്കണമെന്ന് പ്രാർത്ഥിച്ചു ആഹ്ലാദഭരിതരായി ഒന്നു ചേർന്ന് ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കർത്താവായ ദൈവം, സ്വർഗവും ഭൂമിയും അങ്ങേ മഹിമയാൽ നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഓസാന. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. ഉന്നതങ്ങളിൽ ഓസാന. കർത്താവെ, സർവവിശുദ്ധിയുടെയും ഉറവിടമായി അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവെ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേർന്ന് ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ,
ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ലിയോ 14 പാപ്പയോടും ഞങ്ങളുടെ ജെയിംസ് മെത്രാനോടും വൈദിക ഗണത്തോടും ഒത്തു സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധകന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസ്യപിതാവിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടി ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടി ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടി ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവെ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ ഈശോയെ, അങ്ങീ വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങെന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി
ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകന്നു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, കൂദാശയുടെ ചൈതന്യത്താൽ ശക്തി പ്രാപിച്ച് അങ്ങ് എളിയ ദാസിയായ പരിശുദ്ധ കന്യകാമറിയം ഇതിനകം മഹത്വത്തോടെ നിത്യമായി അനുഭവിക്കുന്ന സമാധാനത്തിൻ്റെ ഭാഗ്യപൂർണമായ ദർശനത്താൽ എത്തിച്ചേരുന്നതുവരെ സുവിശേഷത്തിൻ്റെ വഴികളിലൂടെ ഔത്സുക്യത്തോടെ നടന്നു നീങ്ങുവാൻ വേണ്ട അനുഗ്രഹം അങ്ങേ സഭയ്ക്ക് നൽകുമാറാകണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. സന്തോഷത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇത്രയും ദയുള്ള മാതാവേ ചൊല്ലി ബാല്യം മുതലേ ഞാൻ വളർന്നു. എന്നുടെ നിഴലാൽ നിത്യസഹായമായി മാതാവെന്നും കൂടി വന്നു. മാതാവിൻ ചിത്രമുള്ളുത്തരിയം അമ്മച്ചി എന്നെ അണിയിച്ചു. മാതാവെന്നും നിന്നെ കാത്തുകൊള്ളും കുഞ്ഞി വാത്സല്യമായി കാതിൽ മന്ത്രിച്ചു. ഇത്രയും ദയുള്ള മാതാവേ ചൊല്ലി ബാല്യം മുതലേ ഞാൻ വളർന്നു. ഇന്നുടെ നിഴലായി നിത്യസഹായമായി മാതാവെന്നും കൂടി വന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചൊല്ലിയ പ്രാർത്ഥന ജപമാലയാണ്. ഒരുപക്ഷെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഈ ഒരു അനുഭവം പങ്കുവയ്ക്കാനുണ്ടാകും. എന്ത് പ്രയാസമുണ്ടെങ്കിലും എന്ത് വിഷമമുണ്ടെങ്കിലും ഏറ്റവും ആദ്യം അമ്മയുടെ ജപമാല എടുക്കും. ജപമാല കൈ പിടിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ കയ്യിൽ പിടിക്കുന്ന പോലെയാണ് കുഞ്ഞുനാൾ മുതലേ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ഒരുപാട് ആഗ്രഹത്തോടു കൂടിയാണ് ഒരു ജപമാല മലയാളത്തിൽ പങ്കുവെച്ച് തുടങ്ങിയ ഈ ഒരു മിഷൻ ആരംഭിക്കുന്നത്. ഒരുപക്ഷെ മുന്നുള്ള വീഡിയോകളിലൊക്കെ നിങ്ങളത് കേട്ടിട്ടുണ്ടാകും. പരിശുദ്ധ അമ്മ എൻ്റെയും കൂടി അമ്മയാണ്. പരിശുദ്ധ അമ്മയെ നോക്കി അമ്മയെന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ എനിക്കും നിങ്ങൾക്കൊക്കെ വ്യക്തിപരമായി വ്യക്തമായ ഒരു കാരണമുണ്ട്. എനിക്കും ഉണ്ടായിരുന്നു അങ്ങനെ ഒരു കാരണം. ഓർമ്മ വെച്ച നാളെ മുതൽ പരിശുദ്ധ അമ്മയെ ഞാൻ എൻ്റെ അമ്മയായിട്ടാണ് കരുതിയിട്ടുള്ളത്. എൻ്റെ എല്ലാമാണ് പരിശുദ്ധ അമ്മ. അമ്മയെക്കുറിച്ച് എനിക്ക് ഒരിക്കൽ പോലും ക്യാമറയുടെ മുന്നിൽ വന്നിരുന്ന് പറയാനുള്ള ഒരു ധൈര്യം ഉണ്ടായിട്ടില്ല. കാരണം അമ്മയെക്കുറിച്ച് ഞാൻ പറഞ്ഞു തുടങ്ങിയ ഞാൻ അപ്പോൾ കരയും. ഇതേപോലെ തന്നെയാണ് പരിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയുമ്പോഴും. എനിക്ക് പറഞ്ഞറിയിക്കാൻ അറിയില്ല. ഞാൻ എൻ്റെ പരിശുദ്ധ അമ്മയെ, എൻ്റെ കുഞ്ഞീശോയെ, എൻ്റെ അപ്പയെ, വിശുദ്ധ ഔസേപ്പെന്ന് നിങ്ങളെല്ലാവരും വിളിക്കുന്ന എൻ്റെ അപ്പയെ എത്രത്തോളം അവരെ സ്നേഹിച്ചു എന്ന്
എനിക്കറിയില്ല. ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണമെന്ന് ഞാൻ ഒരുപാട് 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 ആഗ്രഹിച്ചിട്ടുണ്ട്. ഓർമ്മ വെച്ച നാൾ മുതൽ എൻ്റെ എല്ലാമാണ് എൻ്റെ ഈശോ, എൻ്റെ പരിശുദ്ധമ്മ, എൻ്റെ അപ്പ. ഇവരുടെ കൂടെയാണ് ഞാൻ വളർന്നത്. ഇവരുടെ കൂടെ എനിക്കൊരുപാട് വിശുദ്ധരുമായ കൂട്ടുകാരും ഉണ്ടായിരുന്നു. ഡൊമിനിക് സാവിയോയും മരിയ കുരേറ്റിയും കൊച്ചു ത്രേസ്യ പുണ്യവതിയും ഒക്കെ ഇനിയുണ്ട്. ഒരുപാട് പേര് ഇനിയുണ്ട്. പിന്നെ പ്രായം വളരുന്നതനുസരിച്ച് വലിയ വലിയ വിശുദ്ധരും കൂടെ വന്നു. സെൻറ്റ് അഗസ്റ്റിനും അതുപോലെ സെയിൻറ്റ് ആൻ്റണിയും സെയിൻറ്റ് തോമസ് മോറും അങ്ങനെ 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 പേര് പറഞ്ഞാൽ തീരാത്തത്രയും വിശുദ്ധർ. ബ്ലെസ്ഡ് കാർലോസ് അക്യൂട്ടിസ് അടക്കം. സാന്റോ എന്ന് പറയുന്ന മിഷനെ നിങ്ങളെന്ന് കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലുള്ളത് ബ്ലെസ്ഡ് കാർലോസ് അക്യൂട്ടിസ് എന്ന കുട്ടി വിശുദ്ധനും കൂടിയാണ്. ഇങ്ങനെ ചേർത്ത് വെച്ച് പറയാൻ ഒത്തിരി കഥകളുണ്ട് സാന്റോ മിഷൻ്റെ യാത്രയിൽ. കണ്ണുനീർ തുടക്കാതെ തന്നെ ഇത് ഞാൻ പറയുകയാണ്. എനിക്ക് പേടിയാണ്. എനിക്ക് ക്യാമറയുടെ മുന്നിൽ വരാൻ പേടിയാണ്, സംസാരിക്കാൻ പേടിയാണ്. എനിക്കറിയില്ല ഇതൊന്നും പറയാൻ. പക്ഷേ എനിക്കിത് പറയാതിരിക്കാൻ വയ്യ. കാരണം എൻ്റെ ശ്വാസം അവസാനിക്കുന്നതിന് മുമ്പ് എനിക്ക് ലോകത്തോട് പങ്കുവയ്ക്കാൻ എൻ്റെ ജീവിതത്തിലെ ഈശോ ആരായിരുന്നു എന്ന്, പരിശുദ്ധ കുർബാന എന്തായിരുന്നു എന്ന്, പരിശുദ്ധ ജപമാല എന്തായിരുന്നു എന്ന് എനിക്ക് ലോകത്തോട് പറയണമെന്നുണ്ട്. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. മനസ്സിൽ അമ്മ കുഞ്ഞുനാൾ മുതലേ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ചെറിയ 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 പേജുകളായിട്ട് എഴുതി വെച്ചാൽ പോലും ഒത്തിരി ഉണ്ട് പറയാൻ. ഞാൻ ആഗ്രഹിക്കുന്നു എനിക്ക് ലോകത്തോട് പങ്കുവയ്ക്കണം. ഒരു പക്ഷേ എന്നെ കേൾക്കുന്ന പലർക്കും ഉണ്ടാവും ഇതുപോലെ ഓർമ്മകൾ. പരിശുദ്ധ അമ്മയെക്കുറിച്ച്, കുഞ്ഞീശോയെക്കുറിച്ച്, ദിവ്യകാരുണ്യത്തെക്കുറിച്ച്, ജപമാലയെക്കുറിച്ച്, വ്യക്തിപരമായ ഒരു ദൈവ അനുഭവമുള്ളവർക്ക് എല്ലാവർക്കും പങ്കുവയ്ക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു കഥയുണ്ടാകും ലോകത്തോട് പറയാൻ. നമ്മളിനി എന്തിനാണ് ഭയക്കുന്നത്? നമ്മൾ പങ്കുവയ്ക്കാൻ ധൈര്യപ്പെടണമെന്ന് തന്നെയാണ് പരിശുദ്ധ അമ്മ ഓരോ പ്രാർത്ഥനയിലും ഓരോ സ്വപ്നത്തിലൂടെയും അമ്മ അതുതന്നെയാണ് ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് എന്നെയും പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഞാൻ ധൈര്യം ആർജിക്കുകയാണ് സംസാരിക്കാനായിട്ട്. പക്ഷേ എവിടെ നിന്ന് തുടങ്ങണമെന്നറിയില്ല, എങ്ങനെ പറയണമെന്നറിയില്ല. പറഞ്ഞു തുടങ്ങുമ്പോൾ ഇങ്ങനെ വിതുമ്പിപ്പോവും, കരഞ്ഞു പോവും. അത് കേട്ടുകൊണ്ടിരിക്കുന്നവർ എത്രത്തോളം ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെ ഒരു മുതിർന്ന ഒരാൾ, 41 വയസ്സുകാരനായ ഒരാൾ വന്നിരുന്ന് ഇങ്ങനെ കരയുക എന്ന് പറഞ്ഞാൽ എന്ത് മോശമാണ് എന്നൊക്കെ തോന്നും. ചില കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അത് ജീവിതത്തിൽ വളരെ പേഴ്സണലാണ് ദൈവാനുഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അനുഭവിച്ച ഈ ദൈവാനുഭവത്തെ, ഏറ്റവും നിഷ്കളങ്കമായ ദൈവാനുഭവത്തെ ലോകത്തേക്ക് പങ്കുവയ്ക്കാനായിട്ടാണ് സാന്റോ കാത്തലിക് മിഷനിലൂടെ ഞാൻ ഒരുങ്ങിയത്. അതെനിക്ക് ജപമാലയിലൂടെ ആയിരുന്നു എനിക്ക് ലോകത്തോട് പങ്കുവയ്ക്കാനുള്ളത്. 50ഓളം ഭാഷകളിൽ ജപമാലകൾ പങ്കുവയ്ക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ലോകത്തെ മുഴുവൻ ജപമാല ചൊല്ലിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. മലയാളത്തിൽ ഒരു ജപമാല മാത്രം പങ്കുവെച്ച് തുടങ്ങിയ ഈ മിഷൻ ഇന്ന് 12ഓളം ഭാഷകളിലായിട്ട് 10,000-ലധികം ജപമാലകൾ പങ്കുവെച്ച് കഴിഞ്ഞു. ഏകദേശം 60 മില്യൺ, അതായത് 6 കോടിയിലധികം ജപമാലകൾ ലോകം ചൊല്ലാനായിട്ടിടയായ ഒരു ചെറിയ മിഷനാണ് സാന്റോ. ഒരു ഫേസ്ബുക്ക് പേജോ ഒരു ഷെയറിങ്ങോ ഒരു മാർക്കറ്റിങ്ങോ ഒന്നുമില്ലാതെ പരിശുദ്ധ ഒരു വലിയ ദൗത്യത്തിന് വിട്ട ഒരു ചെറിയ കുട്ടിയാണ് ഞാൻ. ഇങ്ങനെ പറയാനായിട്ട് ഒരുപാടുണ്ട് എനിക്ക്, പക്ഷേ ധൈര്യം വന്നിട്ടില്ല ഇതുവരെ. പക്ഷെ ഞാൻ ധൈര്യം ആർജിക്കാൻ തുടങ്ങുകയാണ്. നിങ്ങളെല്ലാവരും സാന്റോ മിഷനെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒരു നന്മ നിറഞ്ഞ മറിയുമെങ്കിലും സാന്റോ മിഷന് വേണ്ടി ഒരു ദിവസം നിങ്ങളെ സമർപ്പിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. കാരണം ലോകത്തിൻ്റെ പല കോണുകളിൽ നിന്ന് നിരവധി ആളുകൾ നിരവധി ഭാഷകളിൽ പരിശ്രമിക്കുന്നത് കൊണ്ടാണ് ഇന്ന് നിങ്ങൾ കാണുന്ന സാന്റോ മിഷൻ ഒരുങ്ങി വന്നിരിക്കുന്നത്. കഴിഞ്ഞ 60 മാസങ്ങളായിട്ടുള്ള അധ്വാനമാണ്. 30-ലധികം വർഷങ്ങളായിട്ടുള്ള എൻ്റെ സ്വപ്നമാണ് സാന്റോയിലൂടെ ഞാൻ പൂർത്തീകരിക്കാനായിട്ട് അല്ലെങ്കിൽ തുടങ്ങി വയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്.
ലോകം മുഴുവൻ സകല സൃഷ്ടിജാലങ്ങളോടും സുവിശേഷം പ്രഘോഷിക്കാൻ സാധിക്കുന്നൊരു മാധ്യമം. ഏതൊക്കെ ഭാഷയുണ്ടോ ആ ഭാഷയിലൊക്കെ ഈശോയുടെ സുവിശേഷം പ്രഘോഷിക്കാൻ സാധിക്കുന്നൊരു മാധ്യമം ഒരുക്കിയെടുക്കുക. ഈ ഒരു വലിയ സ്വപ്നമാണ് സാന്റോ മിഷനിലൂടെ പൂർത്തീകരിക്കാനായിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നത്. അത് കത്തോലിക്ക പ്രാർത്ഥന ആപ്പിലൂടെ നിരവധി ഭാഷകളിലെ പ്രാർത്ഥനകൾ ഇപ്പോഴേ പങ്കുവയ്ക്കുന്നുണ്ട്. അതിൽ നമുക്ക് ലൈവ് ശുശ്രൂഷകൾ കൊണ്ടുവരാനുണ്ട്, ധ്യാനങ്ങൾ കൊണ്ടുവരാനുണ്ട്, കൂടുതൽ ഗാനങ്ങൾ കൊണ്ടുവരാനുണ്ട്. ഒത്തിരി കാര്യങ്ങൾ ഇനിയും അതിനൊരുങ്ങിയിട്ടിരിക്കുന്നു. അതിൻ്റെ മനോഹരമായൊരു ഒരു യൂസർ എക്സ്പീരിയൻസ് ഒരുക്കിയെടുക്കാനുണ്ട്. അതൊരുക്കിയെടുക്കുന്നതിൻ്റെ പരിശ്രമത്തിലാണ് ഞങ്ങൾ. പക്ഷേ നിങ്ങൾക്കറിയാവുന്നതുപോലെ വലിയൊരു ടെക്നിക്കൽ ടീമിനെ, അതുപോലെ തന്നെ ഒരു മീഡിയ ടീമിനെ ഒരുക്കിയെടുക്കുക എന്ന് പറയുന്നത് ഭാരിച്ച സാമ്പത്തിക ഉത്തരവാദിത്വം കൂടിയാണ്. ദയവേത് ഞങ്ങളോടൊപ്പം നിങ്ങളും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഒരുപക്ഷെ സാന്റോ കാത്തലിക് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഒരു സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടോ, ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാവുന്ന പോലെ ഞങ്ങളുടെ വെബ്സൈറ്റിൽ ഒരു കോൺട്രിബ്യൂഷൻ ചെയ്തുകൊണ്ടോ, നിങ്ങളാൽ ആവും വിധം ഒരു ചെറിയ സപ്പോർട്ട് ഈ ഒരു മിഷന് വേണ്ടി മാറ്റിവെക്കാൻ സാധിക്കുമെങ്കിൽ, ഞങ്ങളുടെ സ്പിരിച്വൽ ഡയറക്ടറായിട്ടുള്ള ഷാജി തുമ്പേച്ചരലച്ചൻ പറയുന്നത് പോലെ അതൊരു വലിയ കൈത്താങ്ങാണ്. സാന്റോയ്ക്ക് ഇന്ന് അങ്ങനെ ഒരു കൈത്താങ് ആവശ്യമുണ്ട്. കാരണം ഞങ്ങളുടെ യാത്ര പലവിധമുണ്ട്, ഇനിയും ഒരുപാടധികം ഒരുങ്ങേണ്ടിയിരിക്കും. നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഈ ഒരു ചെറിയ മിഷനെ കൂടി ഓർമ്മിക്കണമെന്ന് അപേക്ഷിക്കും. ഞാൻ മുൻപ് പറഞ്ഞ പോലെ പരിശുദ്ധ അമ്മയുടെ സ്നേഹം ലോകം മുഴുവൻ പങ്കുവയ്ക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതെൻ്റെ ഹൃദയത്തിൽ മാത്രമുള്ളതല്ല, എന്നെ കേൾക്കുന്ന ഓരോരുത്തരിലുമുള്ളതാണ്. നമുക്കെല്ലാവർക്കും ഉള്ള കഥകൾ ലോകത്തിന് മുമ്പിലേക്ക് പങ്കുവയ്ക്കാനായിട്ട്, ജീവിതാനുഭവ സാക്ഷ്യങ്ങൾ വിവിധ ഭാഷകളിൽ പങ്കുവയ്ക്കാനായിട്ടുള്ള ഒരിടം കൂടിയാക്കി എടുക്കാനാണ് സാന്റോ മിഷനിൽ ടെസ്റ്റിമോണി സീരീസ് ആരംഭിക്കാനായിട്ട് ഒരുങ്ങുന്നത്. നിങ്ങളെല്ലാവരെയും അതിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുക. എൻ്റെ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം, നേരിട്ട് എന്നോട് സംസാരിക്കാം, പ്രാർത്ഥനയിലായിരിക്കാം, ധൈര്യപ്പെടുത്താം. ഈ ഒരു വലിയ ജേണിയിൽ ഇനിയുള്ള ദിവസങ്ങളിൽ, ഇനിയുള്ള നാളുകളിൽ പുതിയ കാര്യങ്ങൾ ഞങ്ങൾ പങ്കുവെച്ച് തുടങ്ങുകയാണ്. ഞങ്ങളുടെ ഈ ഒരു ചെറിയ മിഷനെ നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുന്നു. എല്ലാ കൃപകളും എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കെല്ലാവർക്കും നേരും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.